ചെക്കൻ കയറി വരുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചതല്ല. സാഗരാജൻ പറഞ്ഞതുപോലെ ഇനി ഈ വിവാഹമാണ് ഋതികയുടെ ജീവിതത്തിൽ സംഭവിക്കേണ്ടതെന്നാണ് തീരുമാനമെങ്കിൽ അതൊരിക്കലും തടയാനാവില്ലല്ലോ. ഇങ്ങനെ ഓരോ ആലോചനകളും എനിക്ക് വരുമ്പോഴും അച്ഛൻ ഇങ്ങനെ ഇടം വരെ നോക്കാതെ എല്ലാത്തിനും ഇങ്ങനെ സമ്മതിക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. ശരിയാ, റോഹൻ അച്ഛന്റെ ഫ്രണ്ടിന്റെ ഫാമിലിയിലുള്ളതാ. ചിലപ്പോ നല്ല ക്യാരക്ടറുള്ള ആളായിരിക്കും. പക്ഷെ എന്ന് പറഞ്ഞു എനിക്ക് ഒരു പരിചയമില്ലാത്ത ആൾക്കാർ ചോദിക്കുമ്പോഴൊക്കെ എന്റെ സമ്മതമില്ലാതെ അച്ഛൻ വിവാഹം തീരുമാനിക്കുന്നത് ശരിയാണോ? ഇതെന്തൊരു കഷ്ട. അച്ഛൻ എന്റെ ഇഷ്ടം എന്താ ചോദിക്കാത്ത? അച്ഛനെന്താ എനിക്ക് റോഹനെ ഇഷ്ടമായോ എന്ന് ചോദിക്കാത്ത? ഋതുമോളെ, മോളെന്താ ഇവിടെ വന്നിരിക്കുന്നേ? ഞാൻ പിന്നെ എന്ത് ചെയ്യാനാ ചെറിയമ്മേ? എനിക്ക് ആലോചിച്ചിട്ട് ഒരു സമാധാനവും കിട്ടുന്നില്ല. എല്ലാരും പോയല്ലേ? എല്ലാരും പോയി തുടങ്ങി മോളെ. രാധമയും വേണുവങ്ങളും ഒക്കെ പോയോ? അവരും പോയി. അവരെന്നോട് യാത്ര പോലും പറയാതെ പോയത്. മോളെ ഒന്ന് ഫേസ് ചെയ്യാനും ആശ്വസിപ്പിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല അവര്. മോൾ അതോർത്ത് വിഷമിക്കണ്ട. അല്ലെങ്കിലും അവരെ ഓർത്ത് വിഷമിക്കാനും സന്തോഷിക്കാനുള്ള ഭാഗ്യം എനിക്കില്ല ചെറിയമ്മേ. ഞാൻ ഈ ലോകത്ത് കുറച്ചെങ്കിലും സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിച്ചത് രാജുവിന്റെ വീട്ടിലായിരുന്നപ്പോഴാ. ആ സമാധാനവും സന്തോഷമൊക്കെ എനിക്കിപ്പോ പോയി. ഇപ്പൊ അവരും എന്നെ ഒരു അന്യെ പോലെ കാണുന്നു. ഇതെന്താ ചെറിയമ്മ എന്റെ ജീവിതം ഇങ്ങനെ? എന്തിനാ മോളെ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നേ? ചെറിയമ്മയും കണ്ടതല്ലേ? എന്താ എനിക്ക് മാത്രം ഇങ്ങനൊരവസ്ഥ? ആരാ ചെക്കൻ? എനിക്ക് പരിചയം പോലും ഇല്ല അവന്. അവന് വിവാഹം കഴിക്കണമെന്നൊക്കെ പറഞ്ഞ എങ്ങനെ ചെറിയമ്മ? ചെറിയമ്മയ്ക്കറിയാലോ എന്റെ മനസ്സ് മുഴുവൻ രാജുവായിട്ടുള്ള എന്റെ വിവാഹം നടക്കോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ. ഇതാര് ഇപ്പൊ പുതിയൊരാള്? അച്ഛൻ എന്തിനാ ഇങ്ങനെ വരുന്ന പ്രപ്പോസൽസ് എല്ലാം ഇങ്ങനെ അംഗീകരിക്കുന്നത്? മോളെ, അതിന് പ്രതാപേട്ടന് ഇതിനെ കുറിച്ചൊന്നും കൂടുതൽ അറിയില്ല. മോളുടെ അച്ഛന്റെ മനസ്സിൽ ഒന്നുമില്ല. മോളുടെ ജീവിതം നന്നാവണമെന്ന് മാത്രമേ മോളുടെ അച്ഛനുള്ളൂ. അതുകൊണ്ടാ പ്രതാപേട്ടൻ. എന്റെ ജീവിതം നന്നാവണമെങ്കിൽ എന്റെ അച്ഛന്റെ കൂടെ ഈ വീട്ടിൽ നിന്നാ പോരെ? എന്നെ എന്തിനാ വിവാഹം കഴിപ്പിച്ച് വിടാനായിട്ട് എല്ലാരും ധൃതി കാണിക്കുന്നെ? അങ്ങനെയല്ല മോളെ. പെൺകുട്ടികളുടെ വിവാഹം 1-2 തവണ മുടങ്ങിപ്പോയിക്കൊണ്ടിരുന്ന, അല്ലെങ്കിൽ വിവാഹം നീട്ടിക്കൊണ്ടുപോയ പിന്നെ നടക്കാൻ സാധ്യതയില്ല എന്നൊക്കെയുള്ള പേടി കൊണ്ടായിരിക്കും പ്രതാപേട്ടൻ. ചെറിയമ്മയും കൂടി അച്ഛനെങ്ങനെ ന്യായീകരിക്കില്ലേ? മോൾക്ക് അച്ഛനോട് ദേഷ്യ? അച്ഛനോട് ദേഷ്യം തോന്നാനോ? എനിക്കോ? അകലേ നോവിനാലേ